ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് പ്രചരണ പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണ പ്രവർത്തനങ്ങൾക്കെത്തും. വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദയാത്രകൾക്കും റാലികൾക്കും ഇരു നേതാക്കളും നേതൃത്വം നൽകും. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിതിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പദയാത്രയിൽ രാഹുൽ പങ്കെടുക്കും. തിങ്കളാഴ്ചയായിരിക്കും ഈ പദയാത്ര നടക്കുക. വാൽമീകി ക്ഷേത്രത്തിൽ നിന്നായിരിക്കും പദയാത്ര ആരംഭിക്കുക. മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കൽക്കാജി മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബയ്ക്ക് വേണ്ടിയും രാഹുൽ പ്രചാരണം നടത്തും. പ്രിയങ്ക ഗാന്ധിയും അൽക്കയ്ക്ക് വേണ്ടി കൽക്കാജിയിലെത്തും. ഗാന്ധി സഹോദരങ്ങളെയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മറ്റ് പ്രചരണ പരിപാടികളും ആലോചിക്കുന്നുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി പ്രചരണത്തിന് എത്തില്ല. എന്നാൽ ഫെബ്രുവരി 5 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീഡിയോ സന്ദേശം പുറത്തിറക്കും. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട ഓട്ടത്തിലാണ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് ബിജെപിയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. ബിജെപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പ്രചാരണത്തിന് എത്തും. അതേസമയം ബിജെപി പ്രകടന പത്രികയടക്കം വിമർശിച്ചുകൊണ്ടാണ് ആം ആദ്മിയുടെ പ്രചാരണം. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് 244 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.